സകല മനുഷ്യാത്മാക്കളുടെയും നിത്യരക്ഷയ്ക്കായി മണ്ണിലിറങ്ങിയ ദൈവപുത്രൻ മാനവരാശിയുടെ വിമോചനത്തിനുള്ള അച്ചാരമായി സമർപ്പിച്ചത് സ്വന്തം ജീവനാണ്. കുരിശുമരണത്തിലൂടെ അവിടുന്ന് നമുക്ക് നേടിത്തന്ന രക്ഷയ്ക്ക് ലോകാന്ത്യം വരെയുള്ള എല്ലാ ആത്മാക്കളും അവകാശികളാണ്. ആ വലിയ നേട്ടത്തിന് നമ്മെ യോഗ്യരാക്കി തീർക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന അനേകർ അവർ തങ്ങളുടെ ജീവിതം അവിടുത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ വലിയ രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരാകുന്നു. ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കിലച്ചൻ താൻ ഇടപെട്ട മേഖലകളുടെ വൈവിധ്യം കൊണ്ടും സ്വാധീന ശക്തി കൊണ്ടും ശിഷ്യസമ്പത്ത് കൊണ്ടും കേരള സഭയിൽ ശ്രദ്ധേയനാണ്. 1980കളിൽ പൈതലാം യേശുവെ തുടങ്ങി അദ്ദേഹം സംഗീതം നൽകിയ ഒരുപിടി ഗാനങ്ങളിലൂടെ മലയാളികൾ ഒന്നടങ്കം അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ ഒരു വൈദികനായിത്തീരണമെന്ന ആഗ്രഹമാണ് തനിക്കുണ്ടായിരുന്നതെന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കിലച്ചൻ ഓർമ്മിക്കുന്നു. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമെല്ലാം അക്കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നതിനാൽ എല്ലാവരും ആ കണ്ണിലൂടെ ആ ബാലനെ കണ്ടു. അമ്മയാകട്ടെ ഭാവിയിലെ ഒരു പുരോഹിതനു വേണ്ട ശരിയായ ശിക്ഷണം നൽകുന്നതിൽ ബദ്ധശ്രദ്ധയായിരുന്നു. കർമ്മലീത്ത സഭയിലെ പരിശീലന കാലഘട്ടം ഏറെ അനുഗ്രഹീതമായാണ് മുന്നേറിയിരുന്നതെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ആലുവ മേജർ സെമിനാരിയിലുള്ള പഠനകാലത്തുൾപ്പെടെ വ്യക്തമായ ഇടപെടലുകൾക്കുള്ള അവസരങ്ങളും ദൈവം അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്നു. ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കിലച്ചൻ്റെ ജീവിതത്തിലെ ഓരോ ഏടും നമുക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് മഹത്തായ ദൈവപരിപാലനയുടെ തീക്ഷ്ണമായ അനുഭവങ്ങളാണ്. ചെറുപ്പകാലം മുതൽ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്ന ദൈവിക ഇടപെടലുകളുടെ ഊഷ്മളത ഇന്നും അദ്ദേഹത്തെ വിടാതെ പിന്തുടരുന്നു. തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ദൈവഹിതം എന്നും ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി നൽകിയിരുന്നു. ആ സമർപ്പണത്തെ ഏറ്റവും ശക്തമായ ഒരു ദൈവവിളിയാക്കി തീർക്കുവാൻ അത്തരം ദൈവിക ഇടപെടലുകൾ കാരണമായി. എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞ ഉടനെ, അതായത് വൈദിക പട്ടം സ്വീകരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മാർച്ച് 17 സ്വീകരിക്കുന്നത്. 62 ഓഗസ്റ്റിൽ എന്നെ റോമിലേക്ക് പഠിക്കാൻ വിടുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പരിപാലന കണ്ട ഇതാണ്. ഞാൻ ലാറ്ററൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഞാൻ 3 വർഷം കൊണ്ട് തിയോളജിയിൽ ആദ്യം ലൈസൻഷ്യേറ്റ്, അതായത് MTH, പിന്നെ ഡോക്ടറേറ്റ് ചെയ്തു, പിന്നെ ഒരു ഡിപ്ലോമ എടുത്ത്, പിന്നെ ഫിലോസഫിയിൽ ലൈസൻഷ്യേറ്റ്, അതായത് MA, ഇത്രയും ഞാൻ എടുത്തു. പക്ഷേ ഡോക്ടറേറ്റ് ചെയ്തപ്പോൾ ഞാനൊരു വിഷയം തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ അവിടെ ഞാൻ നിന്നിരുന്ന ഇൻ്റർനാഷണൽ കോളേജ് തെരേസ്യാനിലും സ്പെയിനിൽ നിന്ന് ബുർഗോസ് പ്രോവിൻസിലെ ടൊമാസോ ആൽവരസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ, അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ സഭയിൽ ആവിലായ ലഭിച്ച അമ്മ ത്രേസ്യയുടെ കൃതികളെക്കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് പറയാൻ മറ്റാരുമില്ല, ആ ഒരു സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പഠിക്കാനായിട്ടാണെങ്കിൽ ഞാൻ റോമിൽ ചെന്നിട്ട് എല്ലാത്തിനും ഞാൻ 100 മാർക്ക് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു തീസിസിൻ്റെ ടൈറ്റിൽ തന്ന്, തിയോളജി ഓഫ് പ്രൈവറ്റ് റെവലേഷൻസ് അക്കോർഡിംഗ് ടു ദ തെരേസ്യൻ സ്കൂൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ അമ്മ ത്രേസ്യ, സെക്കൻഡ് ചാപ്റ്റർ സെൻറ്റ് ജോൺ ഓഫ് ദി ക്രോസ്, തേർഡ് ചാപ്റ്റർ സെൻറ്റ് തെരേസ ഓഫ് ലിസിയു ലിറ്റിൽ ഫ്ലവർ, പിന്നെ അത് മറ്റ് ഞങ്ങളുടെ ഓർഡറിലെ തിയോളജിയൻസ്. ഇത് ചെയ്യുകയാണെങ്കിൽ യുവർ ലൈഫ് ഇൻ ഇന്ത്യ വിൽ ബി ബ്രൈറ്റ് എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാനതെടുത്തു. അപ്പോൾ അത് ഞാൻ മിസ്റ്റിക്കലായിട്ട് തന്നെയല്ല, തിയോളജിക്കൽ, അങ്ങനെ 2 വിധത്തിലും അങ്ങനെയാണ് ഞാൻ ഡോക്ടർ ചെയ്തത്. അപ്പോൾ എനിക്ക് എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് അന്നത്തെ എല്ലാ എക്സ്പേർട്സും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അമ്മ ത്രേസ്യയെ ഡോക്ടറെന്ന് വിളിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നില്ല ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് സർവത്ര ഇൻവിറ്റേഷനായിരുന്നു ടോക്ക് കൊടുക്കാനായിട്ട്. കേരളത്തിലെല്ലാം പുറത്തേക്കെല്ലാം. അപ്പം അന്ന് ഫ്ലൈറ്റിനൊക്കെ പോകുന്ന അപൂർവമായിരുന്നെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് കിട്ടുമായിരുന്നു. പിന്നെ അതിനുശേഷം ഞാനിങ്ങനെ അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ എടുക്കാനായിട്ട് സൗത്ത് അമേരിക്ക വിട്ട് കഴിഞ്ഞാൽ മറ്റ് 4 ഭൂഖണ്ഡങ്ങളിലും അങ്ങനെയായിട്ട് പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ്സിൽ പോയിട്ടുണ്ട്, യൂറോപ്പിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്, ഗൾഫ് കൺട്രീസിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂർ പോയിട്ടുണ്ട്, മലേഷ്യയിൽ പോയിട്ടുണ്ട്, ഇന്തോനേഷ്യയിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇതെല്ലാം എന്നെ വിളിക്കുന്ന. എനിക്ക് ഡോക്ടറേറ്റിൽ ജോൺ ഓഫ് ദി ക്രോസിൻ്റെത് ഉണ്ടെങ്കിലും കൊച്ചുത്രേസ്യ ഉണ്ടെങ്കിലും എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ ത്രേസ്യയെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച്. അത് കാരണം ഇന്ന് ഈ റിലീജിയസ് സർക്കിളിൽ അമ്മ ത്രേസ്യ എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാവരും എൻ്റെ പേര് പറയും. അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മംഗലപ്പുഴ സെമിനാരിയിൽ അധ്യാപകനായി ചാർജ് എടുത്ത കാലം മുതൽ തൻ്റെ വിവിധങ്ങളായ കഴിവുകൾ ദൈവമഹത്വത്തിനായി വിനിയോഗിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സംഗീതരംഗത്തിനു പുറമെ ഗ്രന്ഥരചനയിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഒപ്പം മറ്റേറെ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിന് അക്കാലങ്ങളിൽ നൽകപ്പെട്ടു. 14 ബുക്സ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 120ഓളം ആർട്ടിക്കിളും ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ സ്പിരിച്വൽ തിയോളജി, മിസ്റ്റിക്കൽ തിയോളജി, പിന്നെ സിസ്റ്റമാറ്റിക് തിയോളജി, വേൾഡ് റിലിജിയൻസ്, ഇതൊക്കെയാണ് എൻ്റെ വിഷയങ്ങളെല്ലാം. അങ്ങനെയാണ് ആദ്യം റോമിൽ നിന്ന് പഠിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കാന്തല്ലൂരെന്ന് പറയും. അവിടെ ഞങ്ങളുടെ ഫിലോസഫി സ്റ്റുഡൻസിന് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ആദ്യം ഞാൻ വൈസ് റെക്ടറായിരുന്നു, പിന്നെ റെക്ടറായി. അപ്പോൾ അവിടെയും ഫിലോസഫി പഠിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ആ ഫിലോസഫി അവിടെ നിന്ന് മാറ്റി ആലുവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്നെ മംഗലപ്പുഴ സെമിനാരിലേക്ക് വിളിച്ചു. അതിനായിട്ടായിരുന്നു എന്നെ പഠിക്കാനായിട്ട് വിട്ടത്. അപ്പോൾ അവിടെ ഞാൻ 28 വർഷം നിന്ന് അവിടെ പ്രൊഫസറായിട്ട് ഞാൻ ജോലി നോക്കി, ആക്ടിങ് പ്രസിഡൻ്റായിട്ട് ഞാൻ ജോലി നോക്കി. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഒഫീഷ്യലായിട്ട് ഓർഗൻ ദ ലിവിങ് വേർഡ്, അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് 20 വർഷം ഞാൻ വർക്ക് ചെയ്തു. പിന്നെ പലതരത്തിൽ അവിടെ വെച്ചാണ് എനിക്ക് എൻ്റെ മ്യൂസിക് ആയാലും എഴുത്തായാലും എല്ലാം ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കലച്ചന് എക്കാലവും പ്രചോദനം പകർന്നിരുന്നത് അദ്ദേഹം അംഗമായിരുന്ന കാർമലൈറ്റ് സഭയിലെ തന്നെ വിശുദ്ധരാണ്. പാണ്ഡിത്യം കൊണ്ട് ജീവിതകാലത്തും മരണശേഷവും ലോകം അംഗീകരിച്ച അവരുടെ ജീവിതങ്ങളും പഠനങ്ങളും അദ്ദേഹത്തിന് ആവേശം പകർന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലാൽ കാർമലൈറ്റ് സഭയിലെത്തിയ അദ്ദേഹത്തെ എക്കാലവും ദൈവം ശരിയായ ബോധ്യങ്ങൾ നൽകി വഴി നടത്തിയിരുന്നു. ഞങ്ങളുടെ സഭയിലെ വിശുദ്ധന്മാരെല്ലാം റൈറ്റേഴ്സുമായിരുന്നു, മ്യൂസിഷ്യൻസുമായിരുന്നു. അതാണ് അമ്മ ത്രേസ്യ എടുക്കുക. അമ്മ ത്രേസ്യ ഡോക്ടർ ഓഫ് ദ ചർച്ചാണ്, ഫസ്റ്റ് വുമൺ ഡോക്ടർ. സ്ത്രീകളുടെ ആദ്യത്തെ വേദപാരംഗതയാണ് അമ്മ ത്രേസ്യ. എന്തുമാത്രം എഴുതിയിരിക്കണം, അതുകൊണ്ടുള്ള ഡോക്ടറായിരിക്കണം. ജോൺ ഓഫ് ദി ക്രോസ് വേറെ ഡോക്ടർ ഓഫ് ദി ചർച്ച്. അമ്മ ത്രേസ്യ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുമായിരുന്നു, അവരുടെ കൂടെ പാടുമായിരുന്നു. ജോൺ ഓഫ് ദി ക്രോസ് നമ്പർ 1 ഗിറ്റാറിസ്റ്റായിരുന്നു. പിന്നെ അദ്ദേഹം കവിതകളൊക്കെ എഴുതിയും ഒരുപാട് റൈറ്റും പാടുമായിരുന്നു നന്നായിട്ട്. പിന്നെ കൊച്ചുത്രേസ്യ ഡ്രാമ എഴുതിയിട്ടുണ്ട്, പാട്ടുകളുടെ ലിറിക്സ് എഴുതിയിട്ടുണ്ട്, അതുപോലെ അതിന് സംഗീതം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറല്ലേ വേറെ എഴുതിയിട്ടുണ്ട്.
ഈഡി സ്റ്റെയിൻ. അടുത്ത സ്ത്രീകളിൽ ഡോക്ടറായിട്ട് വരാൻ പോകുന്നത് ഞങ്ങളുടെ ഈഡി സ്റ്റെയിനാണ്. ഒരു ജൂവിഷ് ലേഡിയായിരുന്നു. ഞങ്ങളുടെ സഭയിൽ പ്രവേശിച്ചു. ഈ ഹിറ്റ്ലറിൻ്റെ സമയത്താണ് ഗ്യാസ് ചേമ്പറിലിട്ട് ഇവർ മാർട്ടറാകുന്ന അവിടെയാണ്. അവർ നല്ല പിയാനിസ്റ്റായിരുന്നു, നല്ല ഡാൻസറായിരുന്നു, വലിയ എഴുത്തുകാരി. പിന്നെ എലിസബത്ത് ഓഫ് ദ ട്രിനിറ്റി. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങൾക്ക് എന്താണ് കാനനൈസേഷൻ കഴിഞ്ഞാണ്. എലിസബത്ത് ഓഫ് ദ ട്രിനിറ്റി 12ാമത്തെ വയസ്സിൽ ഈ ഇവിടെ ഈ ഫ്രാൻസിൽ ഡിജോ എന്ന സ്ഥലത്ത് പിയാനോ റെസിറ്റൈലിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ച കുട്ടിയാണ്. പിന്നെ സെൻറ്റ് തെരേസ ദെ ലോസ് ആൻഡസ് 19ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ സഭയിൽ ഞാൻ ഇവിടെ ചില്ലിയിൽ ദെ ലോസ് ആൻഡസ് ആ സ്ഥലത്ത് നിന്ന് അവർ കാലത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഹാർമോണിയം വെച്ച് ആദ്യം പാടുമായിരുന്നു. സഭയിലാകെ 9 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. മരിച്ച് വിശുദ്ധയാണ്, പേര് കേട്ട ലാറ്റിൻ അമേരിക്കയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വിശുദ്ധന്മാരും വിശുദ്ധരവരുണ്ടല്ല, റൈറ്റേഴ്സുമായിരുന്നു, സിംഗേഴ്സുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ തലയിൽ അതങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒക്കെ വായിച്ചാൽ എനിക്ക് സംഗീതത്തിൻ്റെ ഇതും കിട്ടി. അതുകൊണ്ട് ഞാൻ ഒരുപാട് വായിക്കാനും എഴുതാനും ആയി. പൗരോഹിത്യ സ്വീകരണത്തിനും അതേ തുടർന്ന് റോമിലെ പഠനത്തിനും ശേഷം ലോകമെങ്ങും അംഗീകരിക്കപ്പെട്ട ഒരു പണ്ഡിതനായും വചനപ്രഘോഷകനായും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 11 വർഷക്കാലം ഡൽഹി അതിരൂപതയ്ക്ക് കീഴിലുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും ആയിരുന്ന അദ്ദേഹം എക്കാലവും ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ളത് വൈദികരെയും സന്യസ്തരെയുമാണെന്ന് ഓർമ്മിക്കുന്നു. അധികം ഞാൻ പോയിരിക്കുന്നത് അച്ഛന്മാരെ ധ്യാനിപ്പിക്കാനായിട്ടാണ് ഞാൻ ആദ്യം പോയിട്ടുള്ളത്, കേരളത്തിലെ പല രൂപതകളിലും. പിന്നെ ഞാൻ 11 വർഷം ഇവിടെ ഡൽഹി ആർച്ച് ഡയസിൽ ബിഷപ്പ് എന്നെ ക്ഷണിച്ച് അവിടെ നവീന്ദ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റിട്രീറ്റ് സെൻ്റർ ഉണ്ട് ആർച്ച് ഡയസിൻ്റെ, അതിൻ്റെ ഡയറക്ടറായിട്ട് അവിടെ 3 വർഷത്തേക്കാണ് എന്നെ വിളിച്ചതെങ്കിലും അദ്ദേഹം അങ്ങനെ നീട്ടി 11 വർഷം ഞാൻ അവിടെ നിന്നു. അപ്പോൾ അവിടെ ആ സമയത്താണ് ആ നോർത്തിലുള്ള പല രൂപതകളിലും അച്ഛന്മാരെ ഞാൻ ധ്യാനിപ്പിക്കാൻ പോയി. അതുപോലെ സിസ്റ്റേഴ്സിനൊക്കെ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ എടുക്കുന്നുണ്ട്, ധ്യാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ കൂടുതലായിട്ട് ധ്യാനിപ്പിച്ചിട്ടുള്ളത് ഇടവക വൈദികരെയാണ്. റിലീജിയസിനും ഉണ്ടെങ്കിലും കൂടുതൽ ഞാൻ ഇടവക വൈദികരെ. ബോംബെ ആർച്ച് ഡയസിൽ തന്നെ ഞാൻ 6 പ്രാവശ്യം റിട്രീറ്റ് പ്രീച്ച് ചെയ്തിട്ടുണ്ട് ബോംബെ ആർച്ച് ഡയസിൽ. എനിക്ക് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രീച്ചിങ്, റൈറ്റിംഗ്, സിംഗിങ് ഇതൊക്കെ എൻ്റെ ഇതിൽപ്പെട്ട ഇതാണ്. ഒരു തികഞ്ഞ പ്രാർത്ഥനാ ജീവിതം സ്വന്തമാക്കുവാൻ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കിലച്ചൻ മാതൃകയായി സ്വീകരിച്ചിരിക്കുന്നതും തനിക്ക് മുമ്പേ നടന്നുപോയ ചില വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളാണ്. കർമ്മലീത്ത സഭയിലെ വിശുദ്ധയായ ആവിലായിലെ അമ്മ ത്രേസ്യയുടെ വാക്കുകൾക്ക് അദ്ദേഹം വലിയ വില കൽപ്പിക്കുന്നു. എല്ലാ നിമിഷവും ദൈവസാന്നിധ്യാവബോധത്തിൽ ജീവിക്കുന്ന ഈ വന്യപുരോഹിതന്റെ വാക്കുകൾക്ക് ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രസക്തിയുണ്ട്. എനിക്ക് അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചിട്ട് ഇട്ടിരിക്കുന്ന കൺവിക്ഷൻ ഇതാണ്: നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ ഇപ്പോൾ പല നിർഭാഗ്യവശാൽ പല വൈദികരുടെയും പ്രശ്നങ്ങൾ നമ്മൾ ടി വിയിൽ കാണുന്നു, പത്രത്തിൽ വായിക്കുന്നു ഒക്കെ കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും അത് കാണുമ്പോൾ ഞാൻ പറയുന്ന ഇതാണ്: ഈ വ്യക്തി ഒറ്റ പ്രാവശ്യം പോലും ദൈവത്തെ വിളിച്ചിട്ടുണ്ടാവില്ല. കാരണം ദൈവത്തിന് ഭൂതമില്ല, പാസ്റ്റില്ല. ദൈവത്തിന് ഫ്യൂച്ചർ, ഭാവിയില്ല. ദൈവത്തിനുള്ളത് പ്രസൻറ്റ് ടെൻസാണ്, ഇറ്റേണൽ നൗ ഉണ്ട്.
അപ്പം ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ദൈവമേന്ന് വിളിച്ചിട്ടുള്ളത് ഇവിടെ നിൽക്കുക. 10 വർഷങ്ങൾക്ക് പിന്നെ വിളിക്കാൻ പോകുന്നതും ദൈവത്തിന് മുമ്പ് ഇവിടെ നിൽക്കുകയാണ്. ആ വിളി അവിടെ നിൽക്കുന്നത് കൊണ്ട് ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല. ഞാൻ നല്ലവനായതുകൊണ്ടല്ല ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. എൻ്റെ അയോഗ്യത എന്താണെന്ന് മനസ്സിലാക്കി ദൈവമേ എൻ്റെ അഗാധത്തിൽ നിന്നുള്ള ആ വിളി ദൈവം പ്രാർത്ഥന കേൾക്കും. എൻ്റെ ജീവിതത്തെ അനുഭവമാണ് ഞാനീ പറയുന്നത്. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും എനിക്ക് അമ്മ ത്രേസ്യ എന്നെ പഠിപ്പം. അമ്മ ത്രേസ്യ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് എ ക്ലോസ് ഷെയറിങ് ബിറ്റ്വീൻ ഫ്രണ്ട്സ്. ഈശോയെ നാം കാണുന്നത് സ്നേഹിതനായിട്ടാണ്. അപ്പോൾ ആ സ്നേഹിതനായിട്ടുള്ളൊരു കൈമാറ്റം നമ്മളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ അമ്മ ത്രേസ്യ ചോദിക്കുന്നത് എന്താണ് ഈശോയോട് പറയേണ്ടത്? ടെൽ ഹിം അവർ ട്രബിൾസ്, ബെഗ് ഹിം ടു സെറ്റ് ദം റൈറ്റ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുക, അതൊക്കെ മാറ്റിത്തരാനായിട്ട് ആവശ്യപ്പെടുക, നിരന്തരമായിട്ട് അങ്ങ് മാറ്റിത്തരാൻ ആവശ്യപ്പെടുക. ഇതെല്ലാം മാറ്റിത്തരും. അപ്പോൾ നമുക്കറിയാതെ തന്നെ ആ ഒരു സ്നേഹബന്ധം അങ്ങോട്ട് വരികയാണ്. ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ പിതാവായ ജോൺ ഓഫ് ദി ക്രോസ് പറയുന്നത് വേർ ദെയർ ഈസ് നോ ലവ് പുട്ട് ലവ് യു വിൽ ഡ്രോ ലവ്. സ്നേഹമില്ലാത്തടത്തുണ്ടല്ലോ സ്നേഹം വിതയ്ക്കുക, അപ്പോൾ നമുക്കത് കൊയ്യാൻ സാധിക്കും. കൊച്ചുരേസ്യ പുണ്യവതി പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഞങ്ങളുടെ വിശുദ്ധരായിട്ട് പറയാം. കൊച്ചുരേസ്യ പറഞ്ഞിരിക്കുന്ന ഒരിടത്ത് ജീസസ് യു ആർ മൈ ലവ്, യു ആർ മൈ ഫസ്റ്റ് ലവ് ആൻഡ് യു ആർ മൈ ഓൺലി ലവ്. എന്നിട്ടാണ് പറയുന്നത് ജീസസ് മേക്സ് ദ ബിറ്ററസ്റ്റ് മൗത്ത് ഫുൾ ടേസ്റ്റ് സ്വീറ്റ്. അതായത് എത്ര കയ്പുള്ളതായിരുന്നാലും അത് മധുരമാക്കി ഈശോ പകർത്തു എന്നുള്ളതാണ്. എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് 30 വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ മരിച്ചുപോയി. ഞാൻ പിന്നീടാണ് ഓർക്കണത് ഒരു 30ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ വിഡോ ആയല്ലോ എന്ന്. പലരും ഇപ്പോൾ 30 വയസ്സൊക്കെ ആകുമ്പോഴേ വിവാഹം കഴിക്കാൻ പോകുന്നത്. അമ്മ ഈ മക്കളെയൊക്കെ നോക്കി എന്തുമാത്രം ത്യാഗം. പക്ഷെ അമ്മയ്ക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടത്? അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. മരണം വരെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. നല്ല ധൈര്യമുള്ള ഒരമ്മയായിരുന്നു അല്ലേ. എനിക്കും പറഞ്ഞു തരുന്ന അതായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ജീവിതത്തിലെ ക്ലേശങ്ങളെ തരണം ചെയ്യാൻ സാധിച്ചത് അമ്മയ്ക്ക് ഈശോയുമായിട്ടുള്ള അടുപ്പം കൊണ്ടായിരുന്നു. മാതാവിനോടുള്ള അടുപ്പം, ഔസപിതാവിനോടുള്ള അടുപ്പം, ഇതൊക്കെ അമ്മയ്ക്ക് വലിയ അവിടെ ആ പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടെങ്കിലേ നമ്മുടെ എല്ലാം ചെയ്യും. നമ്മളിപ്പോൾ പ്രവർത്തനം എന്നും പറഞ്ഞ് ഇതങ്ങ് പോയിപ്പോകരുത്. ഇപ്പോഴത്തെ മാർപ്പാപ്പയും പറയുന്നതല്ലേ. മാർപ്പാപ്പ ആദ്യത്തെ മാർപ്പാപ്പയായതിനു ശേഷം പറഞ്ഞ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ ഇതാണ്, കർത്താവ് ശിഷ്യന്മാരെ ഈ 2 പേരായിട്ട് വിട്ടിട്ട് അവരോട് പറഞ്ഞില്ലേ 2 ചെരുപ്പ് എടുക്കണ്ട, സൂപ്പർ ഫ്ലോയസ് ഒന്നും എടുക്കണ്ട. കാരണം ദൈവരാജ്യം ബോധിക്കാൻ ദൈവത്തിൻ്റെ ശക്തിയിലാണ് അല്ല മനുഷ്യൻ്റെ ഇതിലല്ല. അപ്പോൾ ദൈവവുമായിട്ട് നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വാക്കിനും വലിയ ശക്തിയുണ്ട്. ചെറിയ കാര്യത്തിന് പോലും ജനങ്ങൾ ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കും. വിശുദ്ധരൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നുവോ, അതിൽ നാം എന്തുമാത്രം അഭിരുചി കണ്ടെത്തുന്നുവോ അതിന് ആനുപാതികമായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊരിക്കലും നിരാശ ഉണ്ടാകില്ല അല്ലേ. ഈ ഇൻ യു ലോർഡ് ഹാവ് ഐ ട്രസ്റ്റഡ് സോ ഐ ഷാൽ നോട്ട് ബി കൺഫൗണ്ടഡ്. ദൈവമേ ഞാൻ അങ്ങിൽ ആശ്രയിച്ചതുകൊണ്ട് ഞാൻ ഒരിക്കലും ലജ്ജിതനാകുകയില്ല എന്ന് സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നതാണ്. കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് അനവധി രാജ്യങ്ങളിലും പതിറ്റാണ്ടുകളായി യാത്ര ചെയ്ത് അനേകായിരങ്ങൾക്ക് മുന്നിൽ ദൈവിക ജ്ഞാനം പ്രസംഗിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ഏറ്റവും തീക്ഷ്ണതയോടെ പ്രസംഗിക്കുന്ന വിഷയം വ്യക്തിഗതമായ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ്. താൻ പഠന വിഷയമാക്കിയിട്ടുള്ള അനേകം വിശുദ്ധ ജീവിതങ്ങൾ ഏറ്റവുമധികം പറഞ്ഞു വച്ചിട്ടുള്ള പ്രാർത്ഥനയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് അച്ഛനും തനിക്ക് മുന്നിൽ എത്തുന്നവരോട് പ്രഘോഷിക്കുന്നു.
ഞാൻ എൻ്റെ ധ്യാനത്തിൽ ഞാൻ അധികം ഈ പേഴ്സണൽ പ്രയറാണ്. പേഴ്സണൽ പ്രയർ നമ്മളുടെ ജീവിതം മുഴുവനും നവീകരിക്കുന്ന, അല്ലാണ്ട് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ വെറുതെ കുത്തിയിരുന്നുള്ളതല്ല. ഞാൻ യഥാർത്ഥത്തിൽ അതുകൊണ്ട് അമ്മ തെരേസ പറഞ്ഞ അഗാധമായ എളിമ, സൃഷ്ടവസ്തുക്കളിൽ നിന്നുള്ള അനാസക്തി, അതുപോലെ തന്നെ പരസ്പര സ്നേഹം, ഇതൊന്നുമില്ലെങ്കിൽ പ്രാർത്ഥന വെറും ഒരു പ്രഹസനമാണെന്നാണ് അമ്മ തെരേസ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ തീയുണ്ട്, തീയോട് അടുക്കുമ്പോൾ എനിക്ക് തീയുടെ ചൂട് കിട്ടില്ലേ? അതുപോലെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈശോയുടെ ചൂട് ഗുണങ്ങൾ എനിക്കുണ്ടാവും തന്നെ. മനുഷ്യനൊരു ദാസൻ്റെ രൂപം സ്വീകരിച്ചപ്പോൾ എന്തോ അഗാധമായ എളിമയും സൃഷ്ടവസ്തുക്കളിൽ നിന്നുള്ള ഒരു അനാസക്തിയിൽ അവിടെ കാണും, ഡിറ്റാച്ച്മെൻറ്റ് അതെനിക്ക് കിട്ടണ്ടേ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ബലി അർപ്പിച്ചപ്പോഴാണ് ആ പരസ്നേഹത്തിൻ്റെ അങ്ങേ അറ്റത്ത ആ ഒരു മാതൃക വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈശോയോട് അടുത്തിരിക്കണമെന്ന് പറയുകയും ഈ 3 പുണ്യങ്ങളില്ലെന്ന് പറഞ്ഞാൽ അമ്മ തെരേസ പറഞ്ഞത് വെറും പ്രഹസനമാണ്. അതല്ലെങ്കിലും ഉണ്ടല്ല, പ്രാർത്ഥനയല്ല, മെൻ്റൽ റിലാക്സേഷൻ എന്നാണ് പറഞ്ഞേക്കണത്. വെറുതെ പള്ളിയിൽ ഫാനിൻ്റെ അടിയിൽ ഇരിക്കുന്നതല്ലാതെ ജീവിതത്തിലൊന്നുമില്ല. ഇനി അതുമല്ല, പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയും ചെയ്യും, ആരോടും ക്ഷമിക്കില്ല, ആർക്കും ഒരു പ്രശ്നം പിടിച്ചൊരു വ്യക്തിയാണെങ്കിൽ അമ്മ തെരേസയുടെ മഠസ്ഥാപനങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സച്ച് എ പേഴ്സൺ ഈസ് മെൻ്റലി ക്രാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടോ? അപ്പോൾ അത്ര ഇതായിട്ടാണ് പറഞ്ഞത്. അതുപോലെ വിശുദ്ധ പറയും, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമായിട്ട് ഐക്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് പറയുക ചിയർഫുൾനെസ്. അമ്മ തെരേസ പറയുകയാണ് ഞങ്ങളോട് 3 ജുവൽസ് ഓഫ് ക്യാരക്ടർ. ഒരു കർമ്മലിത്ത സന്യാസിനിക്ക് ഉണ്ടായിരിക്കേണ്ട 3 ഗുണങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. അത് കർമ്മലിത്തക്കാർക്ക് മാത്രം എല്ലാവർക്കും ഉള്ളതാണ്. എന്താണ് ആ 3? പ്രയർ, വർക്ക്, ചിയർഫുൾനെസ്. അങ്ങനെ വേണ്ട, പ്രയർ, വർക്ക്, ചിയർഫുൾനെസ്. എന്നിട്ട് വേറൊരു സ്ഥലത്ത് അമ്മ തെരേസ എഴുതിയിരിക്കാൻ, ലോർഡ് ഡെലിവർ മീ പ്ലീസ് ഫ്രം സവർ ഫേസ്ഡ് സെയിൻസ്. വളിച്ച മുഖമുള്ള വിശുദ്ധരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന്. ശരിക്കും വിശുദ്ധി ഉണ്ടെങ്കിൽ പുഞ്ചിരി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് വേറൊരു ലെറ്റർ എഴുതിയിരിക്കാൻ, അപ്പോൾ സിസ്റ്റേഴ്സിന് എഴുതിയതുകൊണ്ടാണ്, അല്ലാണ്ട് സിസ്റ്റേഴ്സിൻ്റെ കാര്യം മാത്രം നമ്മുടെ എല്ലാവർക്കും പറ്റുക. ഐ ആം മോർ അഫ്രെയ്ഡ് ഓഫ് ആൻ അൺഹാപ്പി നൺ ദാൻ മനി ഡെവിൾസ് എന്ന്. പല പിശാചികളെക്കാളും ഞാൻ കൂടുതൽ ഭയപ്പെടുന്നത് അസംതൃപ്തിയായിട്ട് കഴിയുന്ന ഒരു കന്യാസ്ത്രീയാണെന്ന്. മാതൃകാപരമായ ഒരു ശുശ്രൂഷാ ജീവിതത്തിലൂടെ ഒരു ജീവിതകാലം മുഴുവൻ ദൈവമഹത്വം വർണ്ണിച്ച മഹാനായ ഒരു പുരോഹിതൻ. അദ്ദേഹത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം നുകർന്ന ആത്മാക്കൾ അനവധിയാണ്. ഒരുപക്ഷെ വിശ്രമിക്കാൻ തീരുമാനിച്ചേക്കാവുന്ന പ്രായത്തിലും യുവാവിനൊത്ത ഊർജ്ജസ്വലതയോടെ ഇന്നും ഇദ്ദേഹം പ്രവർത്തന നിരതനാണ്. ഇനിയുമേറെ ആത്മാക്കളെ സത്യദൈവത്തിൻ്റെ പക്കലേക്ക് ആനയിക്കുവാൻ ഈ കരങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരെ നിങ്ങളുടെ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരെ നിങ്ങളുടെ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാ 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 ലാ.